മാർപ്പാപ്പയുടെ പൊതുദർശനം ഇന്ത്യൻ സമയം 10 മണിയോടെ സമാപിക്കും. അല്പസമയം കൂടിയേ പൊതുജനങ്ങളെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പ്രവേശിപ്പിക്കൂ. നാളെയാണ് മാർപ്പാപ്പയുടെ സംസ്കാരം. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് അമൃത ടിവിക്ക് വേണ്ടി ബ്രദർ ജോബൻ എലോഹിം സംസാരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ബസിലിക്കയുടെ തൊട്ട് മുൻപിൽ നിന്ന്, ബസിലിക്കയുടെ മോണ്ടളത്തിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ അഭൂതപൂർവമായ ജനത്തിരക്ക് ഇന്ന് ഈ ബസിലിക്കയ്ക്ക് മുമ്പിലുള്ള എല്ലാ റോഡുകളിലും കാണാൻ സാധിക്കും. ഇന്ന് വൈകുന്നേരം റോമൻ സമയം 7 മണിയോടെ പൊതുദർശനം അവസാനിക്കുകയാണ്. അതിനാൽ തന്നെ വൈകുന്നേരം 5 മണിയോടുകൂടെ തന്നെ സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ആളുകളെ, പൊതുജനത്തെ പ്രവേശിപ്പിക്കുന്നത് പരിപൂർണമായി നിർത്തും എന്ന് വത്തിക്കാൻ മാധ്യമ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ഇറ്റലിയുടെ റിപ്പബ്ലിക് ഡേ ആണ്. വലിയ സുരക്ഷ ഇവിടെയുണ്ട്. പരിശുദ്ധ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് ആഘോഷ പരിപാടികൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ന് ലോക നേതാക്കൾ പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം അവസാനമായി കാണുന്നതിനും മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനും ലോക നേതാക്കൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതീവ സുരക്ഷയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കം, അമേരിക്കൻ പ്രസിഡന്റും അർജന്റീനയുടെ പ്രസിഡന്റും അടക്കമുള്ള ലോക നേതാക്കൾ നാളത്തെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നുണ്ട്. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എൻ്റെ ഈ പുറകിൽ കാണുന്ന സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ചിട്ടാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ ഭാഗമായുള്ള പൊതുവായ ദിവ്യബലി നടക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരും വൈദികരും പ്രസ്തുത തിരുക്കർമ്മങ്ങളിൽ വിശുദ്ധ ബലിയിലും വിടവാങ്ങൽ ശുശ്രൂഷയിലും പങ്കുകാരാകും. അതിനുശേഷം പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം ബസിലിക്കയിലേക്ക് കൊണ്ടുപോവുകയും ബസിലിക്കയിൽ നിന്ന് മരിയ മജോറെ ബസിലിക്കയിലേക്ക് ഖബറടക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും ഇവിടെ അതിൻ്റെ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതീവ സുരക്ഷയാണ് ഇവിടെ ഉള്ളത്. ആളുകൾ ഇങ്ങോട്ട് ഇപ്പോഴും അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 8 മണിയോടെ പരിശുദ്ധ പിതാവിൻ്റെ മൃതശരീര പേടകം അടയ്ക്കും. ഇന്ന് ബസിലിക്കയുടെ ഉള്ളിൽ വെച്ച് കർദിനാൾമാരുടെ കമർലംഗോ ആയിരിക്കുന്ന കർദിനാൾ കെവിൻ ഫാരലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു തിരുക്കർമ്മത്തോടെ പരിശുദ്ധ പിതാവിൻ്റെ മൃതശരീര പേടകം അടച്ച് മുദ്ര വെക്കപ്പെടും. പിന്നീട് അത് തുറന്ന് ആർക്കും കാണുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതിനാൽ തന്നെ ഒത്തിരിയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് പൊതുദർശനം അവസാനിക്കുമെന്ന് പറഞ്ഞിട്ടും വലിയ ജനത്തിരക്ക് കാരണം പുലർച്ചെ വരെ ബസിലിക്ക ദേവാലയം തുറന്ന് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്ന് 5 മണിയോടുകൂടെ പൊതുദർശനത്തിനുള്ള അവസരം ബസിലിക്കയിലേക്ക് ആളുകളെ കടത്തിവിടുന്നത് നിർത്തിവെക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഒരു വലിയ ജനക്കൂട്ടം ഇപ്പോഴും ഇവിടെയുണ്ട്. നീണ്ട ക്യൂകളാണ്, മണിക്കൂറുകൾ ക്യൂ നിന്നാണ് ആളുകൾ ഇപ്പോഴും കയറി വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കും പരിശുദ്ധ പിതാവിൻ്റെ ഈ ഒരു സമയത്ത് പരിശുദ്ധ പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മന ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാം. വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം.